ബോധവാന്മാർ എങ്കിലും നാം കൂടുതൽ പറയാറുള്ളത് സമയത്തെക്കുറിച്ചാണ്. കാരണം അസ്തമയം ഒരു ശാശ്വത സത്യമാണ് എന്നുള്ളതാണ്. ഞാനിവിടെ വന്നപ്പോൾ പലപ്പോഴും പല വേദികളിലേക്കും നമ്മൾ വരുമ്പോൾ തയ്യാറായി വരുന്ന ഒന്നുമല്ല അവിടെ എത്തുമ്പോൾ നമ്മൾ പറയുക എന്നുള്ളത്. അത് ഒരു അനുഭവത്തിൻ്റെ അവസ്ഥ കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഈ വാക്കൂട്ട് എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ ഈ പലപ്പോഴും ഈ കവിതയുടെ പ്രത്യേകത തന്നെ എനിക്ക് തോന്നാറുണ്ട്. കവിതയുടെ ആത്മാവ് തന്നെ ഒരു വാക്കല്ല, രണ്ട് വാക്കുകൾ കൂടിച്ചേരുന്ന ഇടമാണ്. ശവശൈത്യമെഴും കൊടൈക്കനാൽ, അല്ലേ? നമ്മുടെ ഒരു കവി ശവശൈത്യമെഴും കൊടൈക്കലാണ്, ശവശൈത്യം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ എത്രയോ വാക്കുകൾ മലയാളത്തിൽ കവികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു വാക്ക്, ഒരു കാഴ്ച, ഒരു രുചി, ഒരു സ്പർശം, അത് നമ്മൾക്ക് തരുന്ന അനുഭവ ലോകങ്ങൾ അഭൗമമാണ് എന്നുള്ളതാണ്. അഭൗമം എന്നുള്ള വാക്ക് തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യം എന്ന് തോന്നുന്നു. ഈ വാക്കൂട്ട് എന്നെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞിനി മാഷിൻ്റെ ഒരു കവിതയാണ്. അദ്ദേഹം ഉണ്ണായി വാര്യരെ കുറിച്ചാണ്. എനിക്ക് ആ വരികൾ കൃത്യം ഓർമ്മയില്ല. ഏതു അകത്തോട്ട് വാരിയെത്തോ പുറത്തോട്ട് വാരിയെത്തോ, ഏതു വാരിയെത്താകിലും ആശാൻ വാരി അകത്താക്കിയേറെ. ആർക്കെങ്കിലും ആ വരി ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എവിടെയെങ്കിലും തെറ്റിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതു വാരിയത്താണെങ്കിലും എനിക്ക് ഈ വാക്കൂട്ട് ഞാൻ എവിടെയും ഇതിങ്ങനെ ഓർമ്മിച്ചിട്ടില്ല കേട്ടോ. ഈ കുഞ്ഞു ഭാഷ വായിച്ച് മറന്നൊരു വരി എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അല്ലേ? ഏത് അകത്തോട്ട് വാരിയെത്തോ പുറത്തോട്ട് വാരിയെത്തോ, ഏതു വാരിയെത്താകിലും ആശാൻ വാരി അകത്താക്കി അതിലേറെ പുറത്താക്കി എന്നാണ്. ആലോചിച്ച് നോക്കൂ. ഈ ഉണ്ണായി വാര്യരെ സംബന്ധിച്ച്, ഉണ്ണായി വാര്യരെ കുറിച്ചൊന്നും ആരും അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷേ അതുപോലെ മലയാളത്തിൽ മറ്റൊരു വാര്യരുണ്ട്. അത് NV കൃഷ്ണവാര്യരാണ്. ഈ NV എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അകത്തും പുറത്തും ഉള്ള ലോകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളുടെ ഒരു വ്യത്യാസമുണ്ട്. ഈ അകം പുറം എന്ന് പറയുന്ന സംഘകാല ഇതിൽ വരുന്ന സമയത്ത് NV കൃഷ്ണവാര്യരാണ് ഈ അകം കവിതകളും പുറം കവിതകളും മലയാളത്തിന് വേണ്ടി വിവർത്തനം ചെയ്ത ഒരു ധൈഷണികൻ എന്ന് പറയും. അപ്പോൾ ഇത് NVയെ കുറിച്ച് വേറെ രസകരമായിട്ടൊരു സംഗതിയുണ്ട്. ഈ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഒളപ്പമണ്ണ. അത്ഭുതങ്ങൾ തന്നൊരു കവിയാണ്. കാരണം കവിതയിൽ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നത് അധികം ആളുകൾക്ക് സാധ്യമാവുന്നതല്ല. ഈ ഒളപ്പമണ്ണ കുന്തിപ്പുഴയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒലിനിന്ന പുഴകളിൽ കുഴികളിൽ വെള്ളം, ഓഴക്കു വെള്ളം, ഒലിക്കാത്ത വെള്ളം, കുടിവെള്ളം കൂടി കുടിച്ചു തീരുമ്പോൾ കുന്തിപ്പുഴയെ നീ മരിച്ചിരിക്കുന്നു. കവിത പൊതുജീവിത സംബന്ധിയാണ് എന്നുള്ളതിന് ഇതിനേക്കാളേറെ ഏതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, അല്ലേ? ഈ കുന്തിപ്പുഴയെക്കുറിച്ച് അല്ലെങ്കിൽ കുന്തിപ്പുഴയ്ക്ക് മാത്രമല്ല, ഇടശ്ശേരിയൊക്കെ പറയുന്ന കുറ്റിപ്പുറം പാലത്തിലൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള പുഴയുടെ ശോഷണത്തെക്കുറിച്ച്, പാരിസ്ഥിതികമായ പുഴയുടെ ശോഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒലി നിന്ന പുഴകളിൽ കുഴികളിൽ വെള്ളം, ഓഴക്കു വെള്ളം, ഒലിക്കാത്ത വെള്ളം, കുടിവെള്ളം കൂടി കുടിച്ചു തീരുമ്പോൾ കുന്തിപ്പുഴയെ നീ മരിച്ചിരിക്കുന്നു. കുന്തിപ്പുഴയെ നീ ഇത് കുന്തിപ്പുഴയുടെ മരണം മാത്രമല്ല, നിളയുടെയും പെരിയാറിൻ്റെയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും മരണം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കവി എങ്ങനെയാണ് ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത്. പലപ്പോഴും ഈ തസ്രാക്കിലൊക്കെ വന്ന ആളുകൾ ധാരാളം പേര് ഇവിടെയുണ്ട്. ഈ തസ്രാക്കിൽ നമ്മൾ പലപ്പോഴും OV വിജയനെ പല ദർശനങ്ങളുടെ വക്താവായിട്ട് പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കടൽ തീരത്ത് എന്ന ഒരു കഥ എഴുതുമ്പോഴും അല്ലെങ്കിൽ മധുരം ഗായിക എഴുതുമ്പോഴും
വിജയന്റെ ദർശനങ്ങൾ പ്രപഞ്ച ദർശനങ്ങളായിരുന്നു.